ലോകത്ത് അഴിമതി ഏറ്റവും കുറവുള്ള 10 രാജ്യങ്ങൾ ഏതാണെന്ന് നോക്കിയാലോ? കറപ്ഷൻ പെർസെപ്ഷൻ ഇൻഡെക്സ് ഡാറ്റ പ്രകാരമാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇതിൽ ഇന്ത്യയുടെ സ്ഥാനം എവിടെയാണെന്ന് നിങ്ങൾ ഇപ്പോൾ ഗസ് ചെയ്ത് കമന്റിൽ ആഡ് ചെയ്യുക. ലാസ്റ്റ് ഞാൻ പറയുന്ന സ്ഥാനമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ പേജൊന്ന് ഫോളോ ചെയ്ത് വെക്കുക, വീഡിയോ പൂർണ്ണമായി കാണുക. 10ാം സ്ഥാനത്തുള്ള രാജ്യം ജർമ്മനിയാണ്. ഇവിടുത്തെ കറപ്ഷൻ പെർസെപ്ഷൻ സ്കോർ 77 ആണ്. ശക്തമായ നിയമ സംവിധാനവും അക്കൗണ്ടബിലിറ്റിയും ഈ രാജ്യത്തെ മുന്നിലെത്തിക്കുന്നു. 9ാം സ്ഥാനത്തുള്ളത് നെതർലാൻഡ്. ഇവിടുത്തെ സ്കോർ 78 ആണ്. സർക്കാർ സംവിധാനത്തിലെ ഓപ്പൺനെസ് കൊണ്ടാണ് ഈ രാജ്യം പ്രശസ്തമായിരിക്കുന്നത്. 8ാം സ്ഥാനത്തുള്ളത് ലക്സംബർഗ് ആണ്. ഇവിടെ കറപ്ഷൻ വളരെ കുറവാണ്. സ്കോർ വരുന്നത് 78. 7ാം സ്ഥാനത്തുള്ളത് സ്വിറ്റ്സർലാൻഡ്. ലോകത്തിലെ ഏറ്റവും ക്ലീൻ ഫിനാൻഷ്യൽ സിസ്റ്റം ഉള്ള ഒരു രാജ്യമാണിത്. ഇവിടുത്തെ സ്കോർ ഏകദേശം 80 ആണ്. 6ാമത്തത് സ്വീഡൻ. ഇവിടുത്തെ സ്കോർ 80 ആണ്. പബ്ലിക് അക്കൗണ്ടബിലിറ്റി വളരെ കൂടുതലുള്ള രാജ്യമാണിത്. 5ാം സ്ഥാനത്തുള്ള രാജ്യം നോർവേ ആണ്. ഇവിടുത്തെ സ്കോർ ഏകദേശം 81 ആണ്. ജനങ്ങളുടെ ട്രസ്റ്റ് ലെവൽ വളരെ ഉയർന്ന രാജ്യമാണിത്. 4ാമത്തത് ന്യൂസിലൻഡ്. ലോകത്തിലെ ഏറ്റവും ട്രാൻസ്പെറന്റ് ഗവൺമെന്റ് സിസ്റ്റം ഉള്ള രാജ്യങ്ങളിൽ ഒന്ന്. ന്യൂസിലൻഡിന്റെ സ്കോർ വരുന്നത് 81. 3ാമത്തെ രാജ്യം സിംഗപ്പൂരാണ്. ഇവിടുത്തെ സ്കോർ ഏകദേശം 84 ആണ്. സ്ട്രിക്റ്റ് ആന്റി കറപ്ഷൻ ലോസും എഫിഷ്യന്റ് ഗവർണൻസും രാജ്യത്തെ ലോകത്തിലെ ക്ലീനസ്റ്റ് നേഷൻസിൽ ഒന്നാക്കി മാറ്റിയിട്ടുണ്ട്. 2ാമത്തെ രാജ്യം ഫിൻലൻഡ് ആണ്. ഇവിടെ കറപ്ഷൻ പെർസെപ്ഷൻ സ്കോർ 88 ആണ്. സ്ട്രോങ് ഇൻസ്റ്റിറ്റ്യൂഷൻസും എത്തിക്കൽ ഗവർണൻസും രാജ്യത്തെ ലോകത്തിലെ ഏറ്റവും ട്രസ്റ്റ് വർത്തിയായ രാജ്യങ്ങളിൽ ഒന്നാക്കി മാറ്റിയിട്ടുണ്ട്. 1ാം സ്ഥാനത്തും കറപ്ഷൻ ഏറ്റവും കുറവുള്ള രാജ്യം ഡെൻമാർക്കാണ്. ട്രാൻസ്പെറന്റും ട്രസ്റ്റ് വർത്തിയുമായ ഭരണ സംവിധാനങ്ങളിൽ ഒന്നാണ് ഡെൻമാർക്കിൻ്റെത്. അതായത് കൈക്കൂലി, അധികാര ദുരുപയോഗം, നിയമവിരുദ്ധ സ്വാധീനം എന്നിവ വളരെ കുറവാണ് ഇവിടെ. ഇനി ഇന്ത്യയുടെ സ്ഥാനം അറിയുന്നതിന് മുമ്പ് ഇപ്പോൾ തന്നെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. ലോകത്തിലെ 182 രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം 91ാമതാണ്. ഇന്ത്യയുടെ കറപ്ഷൻ പെർസെപ്ഷൻ സ്കോർ 39 ആണ്. അതേസമയം ഇന്ത്യയേക്കാൾ പിന്നിലാണ് പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, റഷ്യ, ശ്രീലങ്ക പോലുള്ള രാജ്യങ്ങൾ. വലിയ സാമ്പത്തിക വളർച്ച ഉണ്ടായിട്ടുണ്ടെങ്കിലും കറപ്ഷൻ കൺട്രോളിന്റെ കാര്യത്തിൽ ഇന്ത്യക്ക് ഒരുപാട് ദൂരം മുന്നോട്ട് പോകാനുണ്ട്. നിങ്ങളുടെ അഭിപ്രായത്തിൽ ഇന്ത്യയുടെ കറപ്ഷൻ റാങ്കിങ് ഇംപ്രൂവ് ചെയ്യാൻ എന്താണ് വേണ്ടത്? കമന്റ് ചെയ്യുക. See you on the next video.